പൗരാണികമായ പല അടയാളങ്ങളും അവശേഷിപ്പിക്കുന്ന ഒരു നഗരമാണ് കേരളത്തിലെ ഈരാറ്റുപേട്ട. എന്നാൽ ഈരാറ്റുപേട്ട ഇപ്പോൾ സംശയത്തിന്റെ അതുപോലെ തന്നെ ദുരൂഹ സാഹചര്യങ്ങളുടെയൊക്കെ മുൾമുനയിലാണ്. ഈരാറ്റുപേട്ട ഭാരതീയ ന്യായ സംഹിതയ്ക്ക് പുറത്താണോ എന്ന് സംശയിച്ചു പോകുന്ന അന്തരീക്ഷമാണ് അവിടെ നിലവിലുള്ളത് എന്ന് BJP നേതാവ് N. ഹരി ഉന്നയിച്ചിരിക്കുന്നു. ഈരാറ്റുപേട്ടയിൽ നടന്നൊരു സംഭവം, ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നൊരു സംഭവം, അതായത് വാഹനാപകടത്തിൽപ്പെട്ടാൽ നീതി ലഭിക്കില്ല എന്ന ചിന്താഗതിയാണ് അവിടെ രൂപപ്പെട്ടു വരുന്നത് എന്നും ഹരി പറയുന്നു. അടുത്തിടെ ഈരാറ്റുപേട്ടയിൽ നടന്ന വാഹനാപകടം ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഹെൽമറ്റ് ഇല്ലാത്ത തീർത്തും നിയമവിരുദ്ധമായി വാഹനം ഓടിച്ച കുട്ടികളെ രക്ഷിക്കുന്നതിനാണ് അവിടെ സംഘടിച്ചെത്തിയവർ ശ്രമിച്ചത്. ഈരാറ്റുപേട്ടയിലെ നിയമ സംവിധാനവും അവിടെ കൈമലർത്തി എന്നാണ് വാഹന ഉടമയുടെ ആരോപണം. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും അടക്കമുള്ള മോട്ടോർ വാഹന നിയമങ്ങൾ അവിടെ ബാധകമല്ലേ എന്ന ചോദ്യം ന്യായമായും ഉയരുകയാണ്. അതുറപ്പാക്കാൻ ക്രമസമാധാന പാലകർക്ക് പോലും കഴിയുന്നില്ല. ഇത്തരം ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഈരാറ്റുപേട്ടയിൽ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തിയാവുകയാണ്. ഈരാറ്റുപേട്ട വാഗമൺ പ്രദേശങ്ങൾ ദേശവിരുദ്ധ ശക്തികളുടെ താവളമാകുന്നു എന്നത് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. തങ്ങൾപാറയിലെ വിവാദമായ ആയുധ പരിശീലന ക്യാമ്പ്, രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളായ 2 പേരുടെ അറസ്റ്റ്, മയ്യത്ത് നമസ്കാരം തുടങ്ങി ദേശസുരക്ഷയെ വെല്ലുവിളിക്കുന്ന സംഭവ വികാസങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുള്ള വിവാദ വിഷയങ്ങളിൽ ചിലതാണ്. പാക് തീവ്രവാദ സംഘടനയുടെ കമാൻഡർ എന്നറിയപ്പെടുന്ന കൊടും ഭീകരൻ തടിയന്റെ നസീറിനെ പോലുള്ളവർ ഈരാറ്റുപേട്ടയിൽ താമസിച്ചു എന്നതും കണക്കിലെടുക്കേണ്ടതാണെന്ന് ഹരി കുറിക്കുന്നു. ഈരാറ്റുപേട്ട വാഗമൺ മേഖലയിൽ തീവ്രവാദ ശക്തികളുടെ വേരോട്ടം ഉണ്ട് എന്ന അന്വേഷണ ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പള്ളിമുറ്റത്ത് ക്രൈസ്തവ പുരോഹിതനെ ബൈക്കുകളിലെത്തി അപകടപ്പെടുത്താൻ ശ്രമിച്ചതിനും കേരളം സാക്ഷിയായതാണ്. ഇത്തരം സംഭവ വികാസങ്ങളെ തുടർന്ന് ഈരാറ്റുപേട്ട അരക്ഷിത മേഖലയാണെന്നും അതിനാൽ സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് പോലീസ് ഭൂമി കൈമാറരുത് എന്നും കോട്ടയത്തെ മുൻ പോലീസ് മേധാവി K. കാർത്തിക് റിപ്പോർട്ട് നൽകി. അന്ന് ഒരു വിഭാഗം സൃഷ്ടിച്ച പ്രതിഷേധം മറക്കാനായിട്ടില്ല. വൈകാതെ ഈ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറ്റപ്പെട്ടു. ഈ റിപ്പോർട്ടിൽ പോലും പിന്നീട് വെള്ളം ചേർക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം എന്നൊരു ഗ്രാമമുണ്ട്. അങ്ങനെ ഒരു പേര് വീണതിന് പിന്നിൽ ആ നാട്ടുകാരെല്ലാം ഉത്തരവാദികളല്ല. അവരെല്ലാവരും കവർച്ചയിൽ ഏർപ്പെടുന്നത് കൊണ്ടല്ല. നിയമവ്യവസ്ഥ പച്ചയായി അവിടെ ലംഘിക്കപ്പെടുമ്പോൾ അത് തിരുത്തണം. അത് നാടിന്റെ ഭാഗമായി ഉത്തമ പൗരന്മാരാവാൻ അവിടെയുള്ള ഓരോ ആൾക്കാരും ശ്രമിക്കണം. ഒരു വിഭാഗം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഒരു നാട് ഏറ്റെടുക്കുമ്പോഴാണ് ആ നാട് അപമാന ഭാരം പേറി നിൽക്കേണ്ടി വരുന്നത്. ദേശസ്നേഹികളായവർ മുന്നോട്ട് വരിക, നാടിന്റെ സൽപ്പേര് വീണ്ടെടുക്കുക, ഭാരതീയ നിയമ സംഹിതയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. ഇത്തരമൊരു പുനർവിചിന്തനത്തിന് ഈരാറ്റുപേട്ടയിലെ വിദ്വേഷ മനോഭാവമുള്ളവർ തയ്യാറാകണമെന്നും ഹരി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഈരാറ്റുപേട്ട നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് അതേസമയം പരിഹാരം കാണുന്നതിനായി നഗരസഭ ചില പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ മെയ് 1 മുതൽ കർശനമായി നടപ്പിലാക്കും എന്ന് നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നു. യാത്രാ സുരക്ഷ ഉറപ്പാക്കുക, ഗതാഗതം സുഗമമാക്കുക, ഇതിനായി തിരക്കേറിയ മേഖലകളിൽ കൂടുതൽ ഡിവൈഡറുകൾ ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ ക്രമീകരണം അനുസരിച്ച് മാർക്കറ്റ് റോഡിൽ നിന്നും മുനിസിപ്പൽ റോഡിൽ നിന്നും കുരിക്കൽ റോഡിലേക്കുള്ള വാഹന പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചു. കൂടാതെ കുരിക്കൽ നഗർഭാഗത്തുള്ള ഡിവൈഡറുകൾക്ക് സമീപം യു-ടേൺ എടുക്കുന്നതിനും കർശന വിലക്കുണ്ട്. അടുത്ത ദിവസം മുതൽ നിയമലംഘകരിൽ നിന്ന് പിഴ ഈടാക്കി തുടങ്ങാനാണ് അധികൃതരുടെ തീരുമാനം. എന്തായാലും ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ആ നഗരം അത് പഴയതുപോലെ തന്നെ അത് കേരളത്തിലെ ഒരു നല്ല നഗരമായി, അവിടെ ആ നഗരത്തിന്റെ പേരിൽ എന്തെങ്കിലും ദുഷ്പേരുകളുണ്ട് എങ്കിൽ, കുപ്രചരണങ്ങളുണ്ട് എങ്കിൽ, കുപ്രചരണം എന്ന് പറയുന്നില്ല, ചില സംഭവങ്ങൾ ആ നഗരത്തിന്റെ മേൽ നിൽക്കുന്നത് അത് മാറപ്പെടണം. അത് മാറ്റി ആ നഗരം ശരിക്കും നല്ലൊരു പാതയിൽ തന്നെ ആ നഗരത്തിലും ആ നഗരവാസികളും അവിടെ ജീവിക്കുന്നവരുമൊക്കെ പോകണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് വളരെ താമസിയാതെ തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഈരാറ്റുപേട്ട എന്ന നഗരത്തിനുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.